ജോഷുവ. അതെ, ഇതൊരു സുവിശേഷ ദൗത്യത്തിൻ്റെ കാഹളമാണ്. പുത്തൻ കാലഘട്ടത്തിൻ്റെ ഇന്നിൻ്റെ ലോകത്തിലേക്ക് ഇന്നിൻ്റെ പ്രവാചക ദൗത്യവുമായി സഞ്ചരിക്കുവാനുള്ള സുവിശേഷ കാഹളം. കാരണം ക്രിസ്തുവിനു വേണ്ടി ദാഹിച്ചു വലയുന്ന ആത്മാക്കളിത തിരുവോരങ്ങളിൽ തളർന്നു വീഴുന്നു. ജീവജലമായ ക്രിസ്തുവിനെ പകർന്നു നൽകുവാൻ ആരുമില്ലാതാകുന്നു. പാപത്തിൽ വീണു പിടയുന്ന മനുഷ്യമക്കളുടെ ആത്മാക്കളുടെ കണക്കുകൾ സ്വർഗത്തിൽ എഴുതപ്പെടുന്നു. അവയെല്ലാം ക്രിസ്തു ശിഷ്യരുടെ മേൽ സ്വർഗത്തിൻ്റെ ചോദ്യങ്ങളായി ഉയരുന്നു. മറിയമിത അനേകം പ്രത്യക്ഷങ്ങളിലൂടെ സുവിശേഷ പ്രഘോഷകരെ ഉജ്ജ്വലിപ്പിക്കുന്നു. ഇത് ഫാദർ റോയ് പാലാട്ടി CMI. ലോകമെങ്ങും സഞ്ചരിച്ച് ക്രിസ്തുവിനെ പങ്കുവയ്ക്കുന്ന വൈദികൻ. ആഗോളതലത്തിൽ വളരുന്ന ശാലോം മാധ്യമ ശുശ്രൂഷകളെ കരം പിടിച്ചു നയിക്കുന്ന പുരോഹിതൻ. വിശുദ്ധ ചാവറയച്ചൻ്റെ വിശുദ്ധി ഹൃദയത്തിൽ പേറിക്കൊണ്ട് അങ്കമാലിക്കടുത്ത് കറുകുറ്റിയിലെ ആശ്രമ ദേവാലയത്തിൽ നിന്നും സുവിശേഷ ദൗത്യവുമായി ക്രിസ്തുവിൻ്റെ വയലിലേക്ക് വേലയ്ക്കായി ഇറങ്ങിയ വ്യക്തിത്വം. ഇന്നിൻ്റെ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ആവശ്യകതയും ദൈവരാജ്യവേലയുടെ അനുഭവങ്ങളും റോയ് പാലാട്ടിയച്ചൻ നമ്മോട് പങ്കുവയ്ക്കുന്നു. റോയച്ച, ജോഷുവ പ്രോഗ്രാമിൻ്റെ രണ്ടാമത്തെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ അച്ഛൻ പ്രധാനമായിട്ടും പറഞ്ഞു വെച്ചൊരു കാര്യം അച്ഛൻ്റെ ജീവിതത്തിലുണ്ടായ ആദ്യകാല ദൈവാനുഭവങ്ങളും അത് അച്ഛനെ ഈ ഒരു വൈദിക ദൈവവിളിയിലെ ഒരു തീരുമാനത്തിലേക്ക് എങ്ങനെ സഹായിച്ചു എന്നുള്ളതാണ്. ഞാൻ ഇന്ന് പൊതുവെ ധാരാളം ആളുകളിൽ വളരെ പോസിറ്റീവായി കാണുന്നതും എന്നാൽ ഇത്ര പോരാ ഇനിയും ധാരാളം ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നൊരു, അല്ലെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഞാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ദൈവം തന്ന കഴിവുകളും കാര്യങ്ങളുമെല്ലാം ആ ദൈവം നൽകിയ ക്യാരിസം അനുസരിച്ച് ക്യാരിസംസും കഴിവുകളും ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ്. അച്ഛനെക്കുറിച്ച് ഞാൻ വായിച്ചറിഞ്ഞതും കേട്ടറിഞ്ഞതും ഒക്കെ ആയ രീതിയിൽ എനിക്ക് ഇത് അച്ഛൻ്റെ കാര്യത്തിൽ വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഞാൻ വിചാരിക്കുന്നു ഒരുപക്ഷെ അച്ഛൻ ആദ്യം വൈദികനാകാൻ പോകുന്നതിന് മുൻപ് തന്നെ ഇത്തരത്തിലൊരു വ്യക്തിപരമായി ദൈവത്തെ കണ്ടുമുട്ടുന്ന ഒരു അനുഭവം ഉണ്ടായതുകൊണ്ടാകണം അച്ഛൻ്റെ വൈദിക പരിശീലന കാലഘട്ടത്തിൽ മുതലേ ധാരാളം എഴുതുകയും പ്രത്യേകിച്ച് ശാലോമിലും മറ്റു പല സ്ഥലങ്ങളിലും അച്ഛൻ്റെ ധാരാളം ലേഖനങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അച്ഛ, എങ്ങനെയാണ് ആ ഒരു ക്യാരിസത്തിലേക്ക് അച്ഛൻ വന്നത്? എങ്ങനെ അച്ഛൻ അത് ഉപയോഗിക്കാൻ തുടങ്ങി? അച്ഛൻ അതിനെക്കുറിച്ച് എന്താ പറയാൻ തോന്നുന്നത്? സത്യത്തിൽ എനിക്ക് നന്നായിട്ട് എഴുതണമെന്നൊക്കെ ഒരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഏതാണ്ട് ഈ ചാരം മൂടിക്കിടക്കണ കനൽ പോലെയായിരുന്നു. എനിക്കിത് അറിയാമായിരുന്നില്ല സത്യത്തിൽ എന്നിൽ അതിനുള്ളൊരു സാധ്യതയുണ്ടെന്ന്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സംസാരിച്ചതുപോലെ തന്നെ കർത്താവിനെ കണ്ടെത്തി കഴിഞ്ഞപ്പോഴത്തേനുമാണ്, അല്ലെങ്കിൽ കണ്ടെത്താനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞപ്പോഴത്തേനുമാണ് കർത്താവ് നമ്മളിലുള്ള ഈ ഒരു സാധ്യതയെ തുറന്നു തരുന്നത്. എന്നിട്ട് പ്രത്യേകിച്ചും ഒരു പ്രീ ഡിഗ്രി ഒക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ എറണാകുളത്ത് ബേസ് ചെയ്ത് ഒരു പ്രസിദ്ധീകരണം ഉണ്ടായിരുന്നു. ആ പ്രസിദ്ധീകരണത്തിലാണ് ഞാൻ ആദ്യം എഴുതുന്നത്. ഞാൻ എഴുതിയ ആദ്യത്തെ സെൻറ്റൻസിന് ഞാനിപ്പോൾ ഓർക്കണം, എൻ്റെ പേര് റോയ് എന്നാണ്. കാരണം എഴുതാനായിട്ട് പിടിയൊന്നുമില്ല. എന്നിരുന്നാൽ കൂടി അവരൊക്കെ പബ്ലിഷ് ചെയ്തു. ചിലരൊക്കെ വായിച്ച് നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. ഇത് കഴിഞ്ഞ് കുറച്ചുകൂടി എഴുത്തിൻ്റെ ശൈലി ഒന്ന് മാറ്റി. ഞാനിങ്ങനെ ചിന്തിച്ചു, എഴുതിയതിന് ശേഷം ഈശോയുടെ മുമ്പിൽ കൊണ്ടുപോയി വെച്ച് ഒന്ന് അനുഗ്രഹിക്കണം. കർത്താവ് അതിനെ അനുഗ്രഹിക്കുന്നതായി നമ്മൾ സ്വീകരിച്ച് നമ്മളെ അനുഗ്രഹിച്ച് പ്രസിദ്ധീകരണക്കാർക്ക് കൈമാറണമെന്ന് തോന്നി. അങ്ങനെയാണ് സത്യത്തിൽ ആദ്യമായിട്ടൊരു നല്ല കൂടുതൽ പേര് വായിക്കുന്ന ഒരു ലേഖനം ഞാൻ എഴുതുന്നത്. പ്രത്യേകിച്ചും എൻ്റെ പഠനപരമായ കാര്യങ്ങളിൽ എൻ്റെ കർത്താവ് എന്നെ എത്രമാത്രം തുണച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ലേഖനമാണ് ഞാൻ എഴുതുന്നത്. ശരിക്കും ഒരു സാക്ഷ്യം മാത്രമാണത്. എന്നിരുന്നാൽ കൂടിയും ആ സാക്ഷ്യം ഒരുപാട് പേർക്ക് പ്രേരണയായി. തുടർന്ന് പതുക്കെ ഞാൻ എഴുതാനായിട്ട് തുടങ്ങി. ഈ ഒരു കാരിസം ഈശോയെ കണ്ടെത്തുന്ന സമയം വരെ, അല്ലെങ്കിൽ ഈശോയെ കണ്ടെത്താൻ നമ്മളെ തന്നെ അനുവദിക്കുന്നത് വരെയും എനിക്ക് അറിയാമായിരുന്നില്ല ഈ സാധനം എന്നിലുണ്ട് എന്ന്. അപ്പോഴാണ് എനിക്കൊരു കാര്യം പിടികിട്ടിയത്. കർത്താവ് സത്യത്തിൽ നമ്മളെ വിളിക്കുന്നത് നമ്മുടെ പാസ്റ്റും പ്രസൻറ്റും നോക്കിയല്ല, നമ്മുടെ ഫ്യൂച്ചർ നോക്കിക്കൊണ്ട് കൂടിയാണ്.
നമ്മൾ സാധാരണയായിട്ട് ഒരാളെ നല്ലവനാണോ അല്ലെങ്കിൽ കൊള്ളാവുന്നവനാണെന്ന് നോക്കുന്നത് അവൻ്റെ കരിക്കുലം വീത്തെ നോക്കിക്കൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ അവൻ്റെ പാസ്റ്റ് എന്താണ്, അവൻ്റെ പ്രസൻറ്റ് എന്താണ്. പക്ഷേ ഈശോ നമ്മുടെ ഫ്യൂച്ചർ നോക്കിക്കൊണ്ടാണ്. ഫ്യൂച്ചറിൽ ഇവൻ സഭയ്ക്ക് അനുഗ്രഹമായിട്ട് മാറും, ഇങ്ങനെയൊക്കെ എഴുതാനുള്ള കഴിവ് ഇവനിൽ കൊടുത്തിട്ടുണ്ട്. അത് അരൂപിയുടെ ശക്തിയിൽ ഇവൻ ഊതി കത്തിക്കാമെങ്കിൽ ഇവൻ ഉയരാൻ കഴിയുമെന്ന് തോന്നിയതുകൊണ്ടും കൂടിയാണ് ഈശോ എന്നെ വിളിച്ചതെന്നുള്ള ബോധ്യം എനിക്കുണ്ട്. അത് സാധിക്കുന്നിടത്തോളം ഞാൻ എഴുതാനായിട്ട് ശ്രമിക്കുന്നു. എഴുതുന്നു വലിയ കാര്യങ്ങളൊന്നുമല്ല, കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളും ദൈവാനുഭവങ്ങളൊക്കെ എഴുതുന്നു. അത് ധാരാളം പേർക്ക് പ്രചോദനമാകുന്നെന്ന് കേൾക്കുമ്പോൾ കൂടുതൽ സന്തോഷമുണ്ട്. അങ്ങനെ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. സ്വർഗീയമായ ദർശനങ്ങൾ സ്വീകരിച്ച് അനേകം ചിന്തകൾ എഴുതുവാൻ ദൈവം ഈ വൈദികനെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഇതുവഴി അനേകം വ്യക്തികളെ ഈശോയിലേക്ക് ആനയിക്കുവാനും സുവിശേഷ ജ്വാലകളാക്കി മാറ്റുവാനും അച്ഛന് കഴിയുന്നു. സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ആവശ്യകതയും ക്രിസ്തുവിൻ്റെ മൂല്യവും ഉൾക്കൊള്ളുന്ന മനോഹരമായ രചനകളാണ് റോയ് അച്ഛനിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. അച്ഛന് കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു ജീസസ് യൂത്ത് ബാക്ക്ഗ്രൗണ്ടൊക്കെ അച്ഛൻ പറഞ്ഞു. ജീസസ് യൂത്തിൻ്റെ എനിക്ക് തോന്നുന്നു അങ്കമാലി സോണിലൊക്കെ ലീഡർഷിപ്പിലും കോർഡിനേറ്ററൊക്കെ ആയിട്ട് ഉണ്ടായിരുന്ന ആളാണ് അച്ഛൻ. ഇന്ന് അച്ഛൻ്റെ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നൊരു ശുശ്രൂഷ എന്ന് പറയുന്നത് ദൈവവചന പ്രഘോഷണമാണ്. ഒരുപക്ഷെ ഇന്ന് ലോകത്തെ ഏറ്റവും ആവശ്യമുള്ള കാര്യങ്ങളിലൊന്ന് സുവിശേഷം മനുഷ്യരറിയണം. അത് അച്ഛൻ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ യേശുവിനെ പ്രഘോഷിക്കുന്ന ഒരു തീക്ഷ്ണമതിയായ ഒരു മിഷണറിയാണ് അച്ഛൻ എന്നാണ് എൻ്റെ ഒരു മനസ്സിലാക്കൽ. എങ്ങനെയാണ് അത്തരത്തിലൊരു ശുശ്രൂഷ രംഗത്തേക്കുള്ള അച്ഛൻ്റെ ഒരു പ്രവേശനം? ഇന്ന് ആ ശുശ്രൂഷ രംഗം ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ അച്ഛൻ എന്തുമാത്രം ഒരു സമാധാനവും സംതൃപ്തിയും ഉണ്ട്? അച്ഛൻ എന്താണ് അതിനെക്കുറിച്ച് തോന്നുന്നത്? സത്യത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഞാൻ M.Com കഴിഞ്ഞാണ് സഭയിൽ ചേർന്നത്. സഭാധികാരികൾ ഇവൻ പഠിക്കാൻ കൊള്ളാവുന്നവനാണെന്ന് തോന്നിയതുകൊണ്ട് എന്നെ ബെൽജിയത്ത് കാത്തലിക് യൂണിവേഴ്സിറ്റിയിൽ ഡോക്ടറേറ്റിന് വേണ്ടിയിട്ട് വിട്ടു. ഞാൻ ഡോക്ടറേറ്റ് ഏറ്റവും മനോഹരമായിട്ട് നടത്തിക്കൊണ്ട് പോകുന്ന സമയം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും എന്നെ ഒരു കർത്താവിൻ്റെ ശുശ്രൂഷയിൽ, പ്രത്യേകിച്ചും ഒരു പ്രീച്ചിങ് മിനിസ്ട്രിയിൽ ഇൻവോൾവ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയിലേക്ക് എന്നെ നയിച്ച ഒരു സംഭവമാണത്. അത് ഫാദർ ഡാമിയൻ്റെ, വിശുദ്ധനായ ഡാമിയൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന തൊട്ടടുത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. ഹോളി വീക്കിൽ, നമ്മുടെ വിശുദ്ധ വാരത്തിൽ ഒരു വർഷം 2010 ഞങ്ങൾക്ക് അവിടെ ചിലവഴിക്കേണ്ടതായിട്ട് വന്നു. ഞാനുമുണ്ട്, ഏതാനും മലയാളി അച്ഛന്മാരുമുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവിടെ പെസഹ വ്യാഴാഴ്ച വൈകുന്നേരമാണ് അതിൻ്റെ ആഘോഷമായ കർമ്മങ്ങൾ നടക്കുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കാണുന്നത് വളരെ ശോചനീയമാണ്. കേരളത്തിൽ നമുക്ക് ആയിരക്കണക്കിന്, പള്ളിയിൽ പോകാത്തവർ പോലും പള്ളിയിൽ പോകുന്ന ദിവസമാണല്ലോ പെസഹ വ്യാഴാഴ്ചയും ദുഃഖവെള്ളിയൊക്കെ. പക്ഷെ അവിടെ ചെന്നപ്പോഴത്തേനും കാണുന്നത് ഒരു 8-9 പേര് മാത്രമേ പള്ളിയിലുള്ളൂ. അതും ഫാദർ വിശുദ്ധ ഡാമിയൻ്റെ ശവകുടീരമുള്ള സ്ഥലത്ത്, ശവകുടീരം സ്ഥിതി ചെയ്യുന്ന ക്രിപ്റ്റിലാണ് ഈ പറയുന്നത്. മാത്രമല്ല അച്ഛന് 12 പേരുടെ കാല് കഴുകാനായിട്ട് തികയുന്നില്ല. അപ്പോൾ അച്ഛൻ നോക്കിയത് ആരുടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കി. അപ്പോൾ നോക്കിയപ്പോൾ പഴയ ചേടത്തിമാരാണ് വന്നിരിക്കുന്നത്. ചേടത്തിമാർക്ക് കാല് പോലും നേരെ ജോലിന് പൊക്കാൻ പറ്റില്ല. അവസാനം 6 സ്ത്രീകളുടെ കൈ കഴുകി അച്ഛൻ അന്നത്തെ സർവീസ് അവസാനിപ്പിച്ചു. അന്ന് വൈകുന്നേരം ഞാൻ എൻ്റെ മുറിയിൽ പോയി ഞാൻ ഒരുപാട് സമയം കരഞ്ഞു. വേറെ ഒന്നും കൊണ്ടുമല്ല, ഞാനവന് ഓർത്തു, സത്യത്തിൽ ഒരു ഡോക്ടറേറ്റാണ് ഒരു വൈദികനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടത്. ഞാൻ നന്നായി ഡോക്ടറേറ്റ് ചെയ്തു തീർത്ത ആളാണ്. പക്ഷേ അതിനേക്കാൾ പലതും എനിക്ക് ചെയ്തു തീർക്കാനുണ്ട് എന്ന് സത്യത്തിൽ അന്ന് തോന്നി, അവിടെ വെച്ച് തോന്നി. പ്രത്യേകിച്ചും ബെൽജിയം എന്ന് പറഞ്ഞ രാജ്യം കേരളത്തിൻ്റെ 1/3 മാത്രം ജനസംഖ്യയുള്ള രാജ്യമാണ്. എന്നിരുന്നാൽ കൂടിയും 97% ആളുകളും കത്തോലിക്കരാണ്. 2-ാം വത്തിക്കാൻ സൂനോദോസിൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തിയ ദൈവശാസ്ത്രജ്ഞന്മാരുണ്ടായ സ്ഥലമാണ് ബെൽജിയം. എന്നിട്ട് പോലും ഈ രാജ്യത്തിൻ്റെ സ്ഥിതി ഇത്രയും ശോചനീയമാണല്ലോ എന്ന കാര്യം എൻ്റെ മനസ്സിനെ ഒരുപാട് വേദനിപ്പിച്ചു. ആ ദിവസങ്ങളിൽ ഞാൻ ഒരുപാട് കർത്താവിനോട് പരാതി പറഞ്ഞു, ഒരുപാട് വിഷമം പറഞ്ഞു. അന്ന് സത്യത്തിൽ ആ നാളുകളിൽ എൻ്റെ ഉള്ളിൽ ശക്തമായി തോന്നിയതാണ്, എന്തുമാത്രം ഒരു സെമിനാരിൽ പഠിപ്പിക്കുന്നൊരു പ്രൊഫസർ ഫ്യൂച്ചർ ആയാൽ പോലും, എന്തുമാത്രം അത്തരം കാര്യങ്ങളിൽ പ്രൊഫഷണലായ മേഖലകളിൽ വേറൊരു തലത്തിൽ വർക്ക് ചെയ്താൽ പോലും ദൈവവചന ശുശ്രൂഷയ്ക്ക് വലിയ കാര്യമുണ്ട്, വലിയ പ്രാധാന്യമുണ്ട്. കാരണം കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ അവിടുന്ന് വന്ന, പുറം നാടുകളിൽ നിന്ന് വന്ന മിഷണറിമാർ ലോകം മുഴുവനിലും പോയി സുവിശേഷം ശുശ്രൂഷിച്ചുകൊണ്ടാണ് ഇന്നും വിശ്വാസികളുള്ളത്. അപ്പം ഇന്ന് നമ്മളത് ചെയ്തില്ലെങ്കിൽ പിന്നെ ആര് ചെയ്യും?
എന്നുള്ളൊരു ചിന്ത വല്ലാതെ എൻ്റെ മനസ്സിനെ അങ്ങ് മതിച്ചു. അതുകൊണ്ട് ആ നാളുകൾ മുതൽ പ്രത്യേകിച്ചും ഷാലോമിൻ്റെ ശുശ്രൂഷകൾ അമേരിക്കയെ കേന്ദ്രമാക്കിക്കൊണ്ട് ഇൻ്റർനാഷണൽ മിനിസ്ട്രി ആരംഭിക്കുന്നൊരു സമയമായിരുന്നു അത്. ഞാൻ ഏതാണ്ട് എല്ലാ മാസവും തന്നെ മാസത്തിലൊരിക്കലെങ്കിലും ഞാൻ അമേരിക്കയിലേക്ക് യാത്ര ചെയ്യും. തുടർന്നുള്ള ഫ്യൂച്ചറിലുള്ള പദ്ധതികളെക്കുറിച്ചുള്ള ആലോചന നടത്തും. രൂപത ലെവലിലും ഷാലോമിൻ്റെ മറ്റ് ശുശ്രൂഷകളുമായിട്ട് ബന്ധപ്പെട്ടും ഒട്ടേറെ ശുശ്രൂഷകൾ നയിക്കാനും ഒരുപാട് പേരെ ശുശ്രൂഷയ്ക്ക് ക്ഷണിക്കാനുമൊക്കെ എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട്, പ്രത്യേകിച്ചും ആ നാളുകളിൽ. ലോകത്തിൻ്റെ രക്ഷ ക്രിസ്തുവിലാണ്. ക്രിസ്തുവിനെ പ്രഘോഷിക്കുക എന്ന വലിയ ദൗത്യം ഇന്ന് കൃപയായി, അഭിഷേകമായി നിറഞ്ഞിരിക്കുന്നത് മലയാളി സമൂഹത്തിലാണ് എന്ന് അച്ഛൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ഇത് ഒരു ചെറിയ ദൗത്യമല്ല. തിരുസഭയിൽ ഇത് സ്വർഗത്തിൻ്റെ വലിയ ദൗത്യമാണ്, വലിയ ഉത്തരവാദിത്വമാണ്, പദ്ധതിയാണ്. അതിനായി മലയാളി സമൂഹം ഉണരട്ടെ, പുത്തൻ കൃപകൾ പ്രാപിക്കട്ടെ, തളർന്നുപോയവർ ഉജ്ജ്വലിക്കട്ടെ. മലയാളി സുവിശേഷ പ്രഘോഷകർ ലോകമെങ്ങും യാത്രയാകട്ടെ. തിരുസഭ അതിനാൽ തന്നെ നവയുഗത്തിലേക്ക് ഉജ്ജ്വലിക്കട്ടെ. വിശുദ്ധരായ ശുശ്രൂഷകരെ കൊണ്ട് സഭ നിറയട്ടെ. ഇന്ന് ഈ ഒരു സുവിശേഷ പ്രഘോഷണം എന്ന് പറയുന്നത് ധാരാളം ഒരുപക്ഷെ പഴയതിനേക്കാളൊക്കെ ഈ കരിസ്മാറ്റിക് നവീകരണം പോലുള്ള മുന്നേറ്റങ്ങളും ഒക്കെ വന്നതിന് ശേഷം ധാരാളം സെൻറ്റേഴ്സും റിട്രീറ്റ് ടീമുകളും ധ്യാന കേന്ദ്രങ്ങളും അല്ലെങ്കിൽ ധാരാളം കൺവെൻഷനുകളും ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ അപ്പുറത്ത് വ്യക്തിപരമായി ഒരാൾക്കുണ്ടാവുന്ന ഒരു ദൈവവിളിയുടെ ഭാഗം കൂടിയാണല്ലോ ഈ ഒരു പ്രീച്ചിങ് ക്യാരൽസ് എന്ന് പറയുന്നത്. പക്ഷേ ഇത് പോരല്ലോ അച്ഛൻ. അച്ഛൻ ഇത്രയും ലോകത്തിൽ യാത്ര ചെയ്തപ്പോൾ അച്ഛന് തോന്നുന്നത് എന്താ? ഇന്ന് ഇതിൻ്റെ അപ്പുറത്ത് നടക്കേണ്ടതില്ലേ? ഇപ്പോഴും യേശുവിനെ അറിയാത്ത ആളുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗത്ത് മാത്രമല്ല, ഈ കേരളത്തിൽ പോലും ഇന്ത്യയിലും ഒക്കെ ഉണ്ടെന്നുള്ളതാണ്. അതിനെക്കുറിച്ച് അച്ഛൻ ഇന്നത്തെ ഒരു എല്ലാ മിഷണറിമാരോടും, വൈദികരോട് മാത്രമല്ല എല്ലാ മിഷണറിമാരോടും അച്ഛൻ എന്താ പറയാൻ തോന്നുന്നു? എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ചും ഈ കാലയളവിൽ മനുഷ്യനെ നിയന്ത്രിക്കുന്ന എന്ത് ഘടകമാണ് എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. കാരണം സഭ എന്നും പഠിപ്പിക്കുന്നുണ്ട് കാലത്തിൻ്റെ അടയാളങ്ങളെ വിവേചിച്ചറിഞ്ഞുകൊണ്ട് നിലകൊള്ളണമെന്ന്. ഇന്നത്തെ കാലത്തിൻ്റെ വലിയൊരു അടയാളം മാധ്യമങ്ങൾ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നു എന്നുള്ളതാണ്. ചെറുപ്പകാലം മുതൽ ജീവിതത്തിൻ്റെ അവസാനം വരെ കുഞ്ഞിനെ അനുധാവനം ചെയ്യുന്ന ഒരു മാധ്യമ സംസ്കാരമുണ്ട്. അപ്പോൾ മാധ്യമം പറയുന്നത് പോലെ കുഞ്ഞ് നടക്കുന്നു, അച്ഛൻ പറയുന്നത് പോലെയല്ല, അല്ലെങ്കിൽ മാതാപിതാക്കൾ പറയുന്നത് പോലെയല്ല. ഈ മേഖലയിൽ സത്യത്തിൽ കത്തോലിക്ക സഭ വളരെ പുറകിലാണ്. മാധ്യമ രംഗത്ത് ഇൻറ്ററാക്ട് ചെയ്യാനായിട്ട് കഴിവുള്ള വൈദികർ കുറവാണ്. കഴിവുണ്ടെങ്കിൽ തന്നെയും അതിനുള്ള സാധ്യതകൾ കുറവാണ്. ഏതാനും ദേവാലയത്തിൽ വരുന്ന ഒരു 5% ആളുകളോട് നിരന്തരം സുവിശേഷം ആവർത്തിച്ച് പറയുന്ന ഒരു ശൈലിയാണ് മിക്കവാറും സമയങ്ങളിൽ നമുക്ക് ഉള്ളത്. പ്രത്യേകിച്ചും കേരളത്തിലാണെങ്കിൽ കൺവെൻഷൻ മന്ദിരങ്ങളിൽ എവിടെ കൺവെൻഷൻ നടന്നാലും എത്താവുന്ന ഒരു പറ്റം ആളുകളുണ്ട്. പക്ഷേ ഇവരെല്ലാവരും വ്യൂ ചെയ്യുന്നതും എല്ലാവരുടെയും അടുക്കളയിലും കിടപ്പുമുറിയിലും ഒക്കെ നമുക്ക് ചെന്ന് പറ്റുന്നതാണ് മാധ്യമങ്ങളിലൂടെയുള്ള ദൈവവചന ശുശ്രൂഷ എന്ന് പറയുന്നത്. അതുകൊണ്ട് മാധ്യമ ശുശ്രൂഷയ്ക്ക് വലിയൊരു പ്രാധാന്യമുണ്ടെന്നും അത് സഭ കുറേ കൂടി തിരിച്ചറിഞ്ഞ് അത്തരം കാര്യങ്ങളിലേക്ക് ഇറങ്ങുകയും ചെയ്യണമെന്ന് സത്യത്തിൽ എനിക്ക് വലിയൊരു തോന്നലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സത്യത്തിൽ മീഡിയ മിനിസ്ട്രിയിൽ കുറേ കൂടിയൊക്കെ ഇൻവോൾവ് ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നതും അങ്ങനെയുള്ളവരെ കൂടുതൽ ഇതിലേക്കൊന്ന് വെൽക്കം ചെയ്യാനൊക്കെ ആയിട്ട് താല്പര്യപ്പെടുന്നതുമൊക്കെ. അച്ഛാ, ഒരുപക്ഷെ അച്ഛനിത് പറയുമ്പോഴും നമ്മൾ ഇങ്ങനെ സംസാരിക്കുമ്പോഴും ഒന്നും ആളുകൾ കണ്ടേക്കാൻ സാധ്യമില്ലാത്ത മറ്റൊരു മേഖലയെക്കുറിച്ചാണ് അച്ഛൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ. കാരണം ഇപ്പോൾ അച്ഛൻ അമേരിക്കയിൽ യാത്ര ചെയ്യുന്നു, അച്ഛൻ മറ്റൊരു രാജ്യത്തേക്ക് യാത്ര ചെയ്യുന്നു. അച്ഛൻ മുമ്പ് പറഞ്ഞപ്പോഴും പഠിച്ചിരുന്ന സമയത്ത് അമേരിക്കയിൽ പോകേണ്ടി വരുന്നു ശാലോണ്ടിയുമായി ബന്ധപ്പെട്ട്. ഒരുപക്ഷെ ഇത് മാത്രം കേൾക്കുന്ന ഒരാൾക്ക് ഇത് വലിയൊരു ഹൈ വൈ പരിപാടിയാണ്. പക്ഷേ എനിക്കും അതിനെക്കുറിച്ച് കുറച്ചുകൂടെ വ്യക്തിപരമായിട്ട് മനസ്സിലാവും എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ ചോദിക്കുന്നത്, അച്ഛാ ഇത് ഒത്തിരി ഒരു ഫിസിക്കൽ സ്ട്രെയിൻ അല്ലേ അച്ഛാ? ഈ യാത്രകൾ, ഈ ഓരോ പരിചയമില്ലാത്ത സ്ഥലത്ത് ചെല്ലുന്നത്, നമ്മൾ ചെല്ലുന്ന സ്ഥലത്തൊന്നും നമുക്ക് ഭവനങ്ങളൊന്നും അങ്ങനെ ഇല്ല, നമ്മൾ മറ്റൊരാളെ ആശ്രയിച്ച് ജീവിക്കേണ്ടി വരുന്നത് ഒരു പെട്ടിയുമായിട്ടുള്ള നമ്മുടെ ഒരു ജീവിതമല്ലേ? ആ ഒരു പെട്ടിയിൽ നമുക്ക് എല്ലാ സാധനങ്ങളും ഒരു വീടാണ് നമ്മുടെ പെട്ടി എന്ന് വെച്ചാൽ. അപ്പോൾ അച്ഛാ ഇതിനെക്കുറിച്ച് അച്ഛൻ എന്താ പറയാനുള്ളത്? കാരണം ഇത് ഒരു ഫ്ലൈറ്റിൽ കയറി പോകുന്നതോ നമ്മൾ ഒരു അമേരിക്ക എന്ന സ്ഥലത്ത് ചെന്നു എന്നുള്ളതോ UK എന്നുള്ള സ്ഥലത്ത് ചെന്നു എന്നുള്ളതല്ലല്ലോ.
പക്ഷേ നമുക്കൊരു കോൺടാക്റ്റ് പോലും ഇല്ലാത്ത സ്ഥലത്തേക്ക് നമ്മൾ പോകേണ്ടി വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു സിംഗിൾ കോൺടാക്റ്റ് മാത്രമുള്ള സ്ഥലത്തേക്ക് നമ്മൾ പ്രോഗ്രാമിന് പോകേണ്ടി വരുമ്പോൾ, പല സ്ഥലത്തും നമ്മൾ പ്രോഗ്രാമിന് വേണ്ടി ചെല്ലുമ്പോൾ അത് ഷാലോം ടി വിയുടേതാണെങ്കിൽ പോലും നമ്മൾ അത്തരം പ്രോഗ്രാമുകൾ മറ്റു പലരും കോൺടാക്ട് ചെയ്തൊക്കെ ചെല്ലുമ്പോൾ അവിടെ നമുക്ക് ആരോടൊന്നും ഡിമാൻഡ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യേണ്ടി, പ്രത്യേകിച്ച് അച്ഛൻ്റെ സ്വഭാവം അനുസരിച്ച് എനിക്ക് വേണം, അച്ഛനൊന്നും ഡിമാൻഡ് ചെയ്യണ ആളുമല്ല. ധാരാളം സഹനങ്ങളില്ല അച്ഛൻ അതിൻ്റെ അകത്ത്. അപ്പോൾ ഇത് നമ്മുടെ ഒരു ജീവിതത്തിന് നമ്മളൊക്കെ ഈശോയ്ക്ക് വേണ്ടി കൊടുക്കുന്നത് വളരെ ചെറിയ കാര്യമാണ്. സത്യത്തിൽ കർത്താവ് നമുക്ക് തന്നതുമായിട്ട് തുലനം ചെയ്യുമ്പോൾ നമ്മൾ ഈശോയ്ക്ക് ഒന്നും കൊടുക്കുന്നില്ല. സത്യത്തിൽ ഇടയ്ക്ക് ഞാൻ ഓർക്കാറുണ്ട്, അച്ഛൻ ജീവിതം ഓർക്കുക, വൈദികനായിട്ട് സമർപ്പിച്ചു എന്നൊക്കെ ഞങ്ങൾ പറയില്ലേ, എന്ത് സമർപ്പണമാണ്. അന്നത്തേക്കാൾ നല്ല ഭക്ഷണം കഴിക്കുന്നുണ്ട്, അന്നത്തേക്കാൾ നല്ല സൗകര്യമുണ്ട്, അന്നത്തേക്കാൾ നല്ല വീടുണ്ട്, എല്ലാം കൊള്ളാവുന്ന വിധത്തിൽ തന്നെയാണ് ജീവിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ കർത്താവിന് വേണ്ടി നമ്മുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് എന്തെങ്കിലും കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യത്തിലേക്ക് വരാം. ഞാൻ പറഞ്ഞല്ലോ, ബെൽജിയത്ത് പഠിക്കുന്ന സമയത്താണ് ഞാൻ കൂടുതലായിട്ട് യാത്ര ചെയ്തതെന്ന്. സത്യത്തിൽ ഞാൻ ബെൽജിയം സ്റ്റേറ്റിൻ്റെ സ്കോളർഷിപ്പോട് കൂടിയിട്ടാണ് ഞാൻ അവിടെ പോകുന്നത്. അപ്പോൾ എന്നോട് അവിടെ ചെന്നപ്പോൾ തന്നെ എന്നോട് പലരും പറഞ്ഞിരുന്നു, റോയി, ഇതുപോലെ നിങ്ങൾ നാട്ടിൽ ഓടി നടക്കുന്ന പോലെയല്ല, യൂണിവേഴ്സിറ്റിയുടെ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ഇരുന്ന് തന്നെ പഠിക്കണം, വീക്കെൻഡിൽ നമ്മൾ ഫ്രീ ഒക്കെ ആകണം, എന്നാലേ നമുക്ക് കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകും. ഞാൻ ഓർത്തു, ഞാനൊരു അച്ഛനായിരിക്കെ, പ്രത്യേകിച്ചും വളരെ ചെറുപ്പത്തിൽ ഏതൊരാൾക്കാണെങ്കിലും ഒരു 10-45 വയസ്സ് വരെയാണ് അത്രയും ശക്തമായിട്ട് ചിലപ്പോൾ ഓടാനായിട്ടൊക്കെ പറ്റുന്നത്. അത് കഴിഞ്ഞ് ചിലപ്പോൾ ശാരീരികമായിട്ടൊക്കെ പ്രശ്നങ്ങളൊക്കെ വന്നു വരും. അപ്പോൾ ഇത്രയും നല്ലൊരു എനർജിയുള്ളൊരു സമയം കൊണ്ടുചെന്ന് യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിൽ മാത്രമായിട്ട് തീർക്കുന്നത് ശരിയാണോ എന്നൊരു തോന്നൽ എൻ്റെ മനസ്സിലുണ്ടായി. ഇത് പഠനത്തെ കോംപ്രമൈസ് ചെയ്യാൻ അല്ലായിരുന്നു. ഞാനതുകൊണ്ട് ഈ മിനിസ്ട്രിക്ക് വേണ്ടി പോകുന്ന സമയത്തും ഞാൻ എൻ്റെ PhD തീസിസ് കയ്യിൽ കൊണ്ട് നടക്കും. അപ്പോൾ എന്നെ ചിലരൊക്കെ കളിയാകും, ഇങ്ങനെ ഇത് കൊണ്ടുപോയിട്ട് എന്ത് കാണിക്കാനാണ്. ഞാനിപ്പോഴും ഓർക്കുന്നു, സെക്കൻഡ് ചാപ്റ്റർ ഞാൻ കറക്റ്റ് ചെയ്യുന്നത് ലണ്ടനിലെ ഹീത്രൂ എയർപോർട്ടിൽ നിലത്ത് ഞാൻ മുണ്ടും വിരിച്ചിരുന്നു. എൻ്റെ കോളർ ഷർട്ടാണ്. ഞാൻ അച്ഛൻ ആണെന്ന് മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, കാരണം നിലത്തിരിക്കുകയാണല്ലോ, കോളറൊക്കെ മാറ്റി വെച്ച് ഞാൻ അവിടെ ഇരുന്നാണ് കറക്റ്റ് ചെയ്യുന്നത്. ഈ ഒരു കുഞ്ഞു സഹനമൊക്കെ ഈശോയ്ക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈശോ അത് വലിയ ബ്ലെസ്സിങ് ആക്കി മാറ്റുകയാണ്. എന്ന് പറഞ്ഞാൽ മറ്റാരും ഇത് പഠനമൊക്കെ തീർക്കുന്നതിനേക്കാൾ മുമ്പ് തന്നെ നമുക്ക് പഠനം തീർക്കാൻ പറ്റുന്നു. അതും ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് കഴിഞ്ഞ് മുന്നോട്ട് പോകാനായിട്ട് പറ്റുന്നു. മാത്രമല്ല, നമുക്ക് വലിയൊരു ഗോളുണ്ടെന്നൊരു തോന്നലുണ്ട്. അതായത് നമ്മളിങ്ങനെ പോകേണ്ടവരല്ല. പഠിക്കാനായിട്ട് ആർക്കും പറ്റാത്തൊരു കാലത്ത് ശരിയായിരിക്കാം അച്ഛൻ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കണമായിരിക്കാം. പക്ഷെ ഇപ്പോഴത്തെ കാലം അങ്ങനെയല്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സുവിശേഷം കേൾക്കാത്ത ഒരുപാട് ആളുകളുണ്ട്. കേട്ടവർ തന്നെ ഇതിൽ നിന്ന് എല്ലാ വിധത്തിലും, പ്രത്യേകിച്ചും സെക്കുലർ ആയ ചിന്താഗതിയുടെ ഭാഗമായിട്ട് പിമ്പിലേക്ക് പോയിരിക്കുന്ന കാലത്താണ്. അതുകൊണ്ട് ഇതിനൊരു എമർജൻസി ഉണ്ടെന്നൊരു തോന്നൽ എൻ്റെ മനസ്സിലുണ്ട്. ആ എമർജൻസി ഉണ്ട് എന്നുള്ള തോന്നലാണ് സത്യത്തിൽ കൂടുതൽ സുവിശേഷത്തിന് വേണ്ടിയിട്ട് കുഞ്ഞു സഹനങ്ങൾ ഏറ്റെടുത്താണെങ്കിൽ കൂടിയും ചെയ്യാനായിട്ട് നിർബന്ധിക്കുന്നതെന്ന് എന്നെ. അതെ, സമയം സമാഗതമാകുന്നു. സകലരും യേശുനാമം കേൾക്കേണ്ട കാലം സമാഗതമാകുന്നു. കാരണം ആ നാമത്തിലാണ് രക്ഷ കുടികൊള്ളുന്നത്. യേശുവാണ് വഴിയും സത്യവും ജീവനും എന്ന് ലോക ജനത തിരിച്ചറിയട്ടെ. ഇരുൾ വന്ന് മൂടുന്നുവെങ്കിലും സൂര്യകിരണം അസ്തമിക്കുന്നില്ല. ക്രിസ്തു കുരിശിൽ മരിച്ച് നേടിത്തന്ന രക്ഷ അനന്തവും അനശ്വരവുമാണ്. ഈ നാമത്തെയാണ് നാം ലോകത്തിന് നൽകുന്നത്. അഭിമാനപൂർവം നമുക്ക് നാഥന്റെ വേലയ്ക്കായി കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിയാതെ മുന്നേറാം. അച്ഛാ, ഞാനൊരു കുറച്ചൊരു കോൺട്രഡിക്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഏരിയയിലേക്കാണ് അച്ഛൻ, കോൺട്രഡിക്റ്റിംഗ് അല്ല, പക്ഷേ കുറച്ചുകൂടെ ഡിഫറൻ്റ് ആയിട്ടൊരു ഏരിയയിലേക്കാണ് അച്ഛനെ ക്ഷണിക്കണേ. തീർച്ചയായിട്ടും ഇതുപോലത്തെ ലോകത്ത് യാത്ര ചെയ്ത് സുവിശേഷം പറയാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു ദൈവവിളിയാണ്, ഒരു അനുഗ്രഹമാണ്, ഒരു സംശയമില്ല. പക്ഷെ മറ്റൊരർത്ഥത്തിൽ ഒരു ഇടവക വികാരിയായിരിക്കുന്ന ഒരു വൈദികന്, അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ ഒരു മിഷണറി പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു വൈദികന്, അത് എവിടെ ആയിക്കോട്ടെ, അതൊരു യുവ വൈദികനായിക്കോട്ടെ, പ്രായമുള്ള വൈദികനായിക്കോട്ടെ, ആ വൈദികന് അയാളുടെ വാതിൽ തുറന്നിട്ടാൽ അവിടെ വരില്ലേ ഈ പ്രഘോഷണത്തിനുള്ള അവസരങ്ങൾ, അവിടെ വരില്ലേ? കാരണം അങ്ങനത്തെ ഒരു വലിയൊരു മേഖലയില്ല. കാരണം ഇത് ദൈവം പ്രത്യേകിച്ച് വിളിച്ച് നൽകുന്ന ഒരു പ്രത്യേകമായ ശുശ്രൂഷ മേഖലയാണ്. അച്ഛൻ്റെ കാര്യത്തിൽ ദൈവത്തിൻ്റെ തീർച്ചയായിട്ടും ദൈവം നൽകുന്നൊരു വിളി അതാണെന്ന് എനിക്ക് അച്ഛൻ്റെ വാക്കുകളിൽ നിന്ന് വളരെ വ്യക്തമാണ്. പക്ഷേ ഇത്തരത്തിലുള്ളൊരു സാഹചര്യത്തെക്കുറിച്ചും അച്ഛൻ്റെ
ജീവിതാനുഭവങ്ങളുടെ വെളിച്ചത്തിൽ അച്ഛൻ മറ്റുള്ളവരോട് പറയാൻ തോന്നുന്നത് എന്താ? സത്യത്തിൽ ഒരു ഇടവകയുടെ പശ്ചാത്തലത്തിൽ തീർച്ചയായും വാതിൽ തുറന്നിട്ടാൽ ജനം വരും. നമ്മൾ ഈ വാതിൽ തുറന്നിട്ടാൽ ജനം വരുമെന്ന് പറയുന്നത് വളരെ പ്രത്യേകമായും കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ്. കാരണം വ്യത്യസ്തരായ ഒരുപാട് ദൈവശുശ്രൂഷകർ കിളച്ചിട്ട ഒരു മണ്ണാണിത്. ഇവിടെ വിത്ത് പാകാനും കൊയ്തെടുക്കുകയും ഒക്കെ വളരെ എളുപ്പമാണ് ഒരു വലിയ പരിധി വരെ. എന്നാൽ കേരളത്തിലെ പോലും സിറ്റികളിൽ വാതിൽ തുറന്നിട്ടാൽ യൂത്ത് വരണമെന്ന് നിർബന്ധമില്ല. നമുക്കായി സാധാരണയായി ഞായറാഴ്ച ദിവസങ്ങളിൽ വരികയും അല്ലെങ്കിൽ ഇടദിവസങ്ങളിൽ വരികയും ഒക്കെ ചെയ്യുന്ന ഒരു പറ്റം ജനമാണ്. ഇവരല്ല വേറൊരു എൻഡിൽ ഇരിക്കുന്നതെന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. ഇവിടെ ഇടയനെ തേടി എല്ലാ കാലത്തും ആട് വരുമോ? ഫ്രാൻസിസ് മാർപ്പാപ്പൊക്കെ പറയുന്നത് പോലെ ചിലപ്പോഴെങ്കിലും പള്ളി പൊളിച്ച് ആടിനെ തേടി ഇടയൻ ഇറങ്ങേണ്ടതായിട്ട് വരില്ലേ എന്ന് എനിക്ക് കാര്യമായ ചിന്തയുണ്ട്. ഞാൻ ഓർക്കുന്നു, പുറം രാജ്യത്താണ്, ഹോളണ്ടിലാണ് ഒരു ചെറുപ്പക്കാരനായ മെത്രാൻ ചെയ്യുന്ന കാര്യം. എല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പോൾ അദ്ദേഹം തൊട്ടടുത്ത ബിയർ പാർലറുകളിലും ഹോട്ടലുകളിലേക്ക് ഇറങ്ങി ചെല്ലും. അവിടെ ചെന്ന് അദ്ദേഹം ഒരു കൊക്കക്കോളയുടെ ഒരു ബോട്ടിലെടുക്കും. എന്നിട്ട് അവരോടൊപ്പം ഇരിക്കും, സംസാരിക്കാൻ തുടങ്ങും. സുവിശേഷത്തെക്കുറിച്ചും ഈശോയെക്കുറിച്ചും പറയാൻ തുടങ്ങും. വരും കാലങ്ങളിൽ കൺവെൻഷൻ പന്തലുകളിൽ സുവിശേഷം കേൾക്കാൻ ആളുകൾ വരുന്നതിനേക്കാൾ കൂടുതൽ ഇത്തരത്തിൽ ഇടയന്മാർ ആടുകളെ തേടിപ്പോയിക്കൊണ്ടുള്ള സുവിശേഷ ശുശ്രൂഷയ്ക്കായിരിക്കും സാധ്യത എന്നൊരു തോന്നൽ എൻ്റെ ഉള്ളിലുണ്ട്. കാരണം ഇപ്പോൾ തന്നെ മെട്രോകൾ, പ്രധാനപ്പെട്ട കൊച്ചി പോലുള്ള കേന്ദ്രങ്ങൾ, കൊച്ചി, ബാംഗ്ലൂർ, ഹൈദരാബാദ്, ചെന്നൈ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും യൂത്ത് എന്ന് പറയുന്നവർ അത്ര കണ്ട് ഈശോയെ തേടി വരുന്നുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. മാത്രവുമല്ല, IT-യുടെയൊക്കെ വലിയ ഉയർച്ചയുടെ ഭാഗമായിട്ട് സമയത്തിലുള്ള ക്രമീകരണത്തിൽ വ്യത്യാസമുണ്ട്. ഞായറാഴ്ച ദിവസങ്ങളിൽ കുർബാനയിൽ നിർബന്ധമായും പങ്കെടുക്കണമോ പങ്കെടുക്കണ്ടയോ എന്ന് രണ്ടാമതൊരു വീണ്ടും വിചാരം നടത്തുന്ന ചെറുപ്പക്കാരുടെ എണ്ണം കൂടി വരികയാണ്. ഇങ്ങനൊരു പശ്ചാത്തലത്തിൽ ഇടയൻ്റേതായി സേവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പറ്റത്തെ വിട്ടുപോലും മറ്റൊരു കൂട്ടത്തെ തേടി ഇറങ്ങണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അച്ഛനിത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാനൊരു ഇൻസിഡൻ്റ് എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത്, ഞാനൊരിക്കൽ അസീസിയിലെ സാന്താ ക്യാര പള്ളിയുടെ മുമ്പിൽ ഒരു സമ്മറിൽ ആളുകൾ ചെറുപ്പക്കാർ നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു കപ്പൂച്ചൻ വൈദികൻ ഒരു ചെറുപ്പക്കാരനോട് ഒറ്റയ്ക്ക് ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലെടുത്ത് സംസാരിക്കുന്നു. എങ്ങനെയോ എൻ്റെ ശ്രദ്ധ അതിൽ പതിഞ്ഞിട്ട് ഞാൻ പിന്നീട് സംസാരിച്ച് മനസ്സിലായത് അച്ഛൻ അയാളെ കൺഫെഷൻ കൊടുക്കുക. കാരണം പള്ളിയകത്തവർ വരാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് അവർ ഐസ്ക്രീം എല്ലാം കഴിച്ചിരിക്കുന്ന ആ ഒരു സ്ഥലത്ത് പോയി ഇരുന്ന് വൈദികൻ ആവശ്യമുള്ളവർക്ക് കൺഫെഷൻ അവസരം ഉണ്ടാക്കുക. അപ്പോൾ അച്ഛൻ പറഞ്ഞപ്പോൾ ഞാൻ ആ ചോദിച്ച ചോദ്യത്തിൽ തന്നെ ഒരു തിരുത്തൽ വരുത്തണം. ഒരുപക്ഷെ വാതിലുകളല്ല, ഹൃദയം തുറന്നിട്ട് ആളുകളുടെ അടുത്തേക്ക് ഇറങ്ങിച്ചെല്ലുന്നൊരവസ്ഥ വളരെ അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് അത് ലോകം മുഴുവൻ, യൂറോപ്പിൽ മാത്രമല്ല, ഒരുപക്ഷെ കേരളത്തിലും ഇന്ത്യയിലും നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ ഇത്തരം സാഹചര്യങ്ങൾ വളരെ അത്യാവശ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അച്ഛാ, ഒരു കാര്യം കൂടി ഒരുപക്ഷെ എനിക്ക് ഇന്നത്തെ എപ്പിസോഡിൽ ചോദിക്കേണ്ടി വരുന്നൊരു കാര്യം, ഈ വൈദിക പരിശീലനം വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണല്ലോ. അതിന് ഞാൻ അടുത്ത കാലത്ത് അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് വന്നപ്പോൾ വളരെ ഭംഗിയുള്ള, കൃത്യതയുള്ള, വർഷങ്ങൾ കൊണ്ട് രൂപപ്പെട്ട ഈ പരിശീലനങ്ങളൊക്കെ എന്തുമാത്രം വ്യക്തതയോടെയാണ് രൂപപ്പെടുത്തിയിട്ടുള്ളതെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഒരുപക്ഷെ അച്ഛന് മറ്റു പല ബാക്ക്ഗ്രൗണ്ടിലും ആത്മീയമായ രംഗത്തൊക്കെ സജീവമായി നിൽക്കുന്ന കാലത്താണ് സെമിനാരിലേക്ക് വന്നതെങ്കിലും ഈ ഫോർമേഷൻ അച്ഛനിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വലിയൊരു വ്യത്യാസമുണ്ടല്ലോ. അതിനെക്കുറിച്ച് ഏതാനും വാക്കുകളൊന്ന് പറയുക. ഇതിൽ ഒരുപക്ഷെ നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും, പിതാക്കന്മാരൊക്കെ കൂടുന്ന സമയത്ത് പ്രധാനമായി ചർച്ച ചെയ്യുന്നത്, എല്ലായ്പ്പോഴും പ്രസ്താവന ഇറക്കുന്ന രണ്ട് കാര്യമാണുള്ളത്. ഞാനൊരു ഇച്ചിരി സർക്കാസ്റ്റിക് ആയിട്ടാണ് പറയുന്നത്, കൂടി പറയാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് അൽമായരെ ശക്തിപ്പെടുത്തണം, രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് സെമിനാരികളെ നവീകരിക്കണം. എല്ലാ കാലത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. സെമിനാരിയിൽ നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുമ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലാകുന്നത്, ഈശോയുടെ സ്പർശനമില്ലാതെ നമ്മളെത്ര കണ്ട് ഒരു ഫോർമേഷനിലൂടെ കടന്നു പോയാലും നമുക്കൊന്നും സംഭവിക്കില്ല. ഒരുപക്ഷെ നമുക്ക് ഉടുപ്പ് കിട്ടും, നമ്മൾ വ്രതവാഗ്ദാനം എടുക്കും, നമ്മൾ അച്ചമ്പട്ടം കിട്ടും, അച്ഛനായി നമ്മൾ സാധാരണമായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്തേക്കാം. പക്ഷേ ഒരച്ഛനായി എന്നുള്ളത് കൊണ്ടോ വിശുദ്ധ കുർബാന പരികർമ്മം ചെയ്തു എന്നുള്ളത് കൊണ്ടോ ഞാൻ കാസ ഉയർത്തി ആശീർവദിച്ചു എന്നുള്ളത് കൊണ്ടോ ഒന്നും ഞാൻ ഈശോയെ അനുഭവിച്ചറിയണം എന്ന വ്യക്തിയാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. പ്രത്യേകിച്ചും സെമിനാരി ഫോർമേഷൻ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ദൈവാനുഭവത്തെ കൂടുതൽ ഊതിക്കത്തിക്കാൻ അനുവദിക്കുന്നതാണ്. അല്ലെങ്കിൽ അതിനെ നന്നായി ഒന്ന് മെരുക്കിയെടുക്കാനായിട്ട് അനുവദിക്കുന്നതാണ്, അതിനെ കുറച്ചുകൂടി റിഫൈൻഡൊക്കെ ആക്കാനായിട്ട്. പക്ഷേ ഈ ആദ്യ അനുഭവം നമുക്കില്ലെങ്കിൽ ഒരുപാട് പൊള്ളത്തരങ്ങളെ നമ്മൾ ചിന്തിക്കുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ സഭയെക്കുറിച്ചുള്ള ഒരുപാട് ക്രിട്ടിക്കലായ കാര്യങ്ങൾ സെമിനാരിൽ പഠിപ്പിക്കുന്നുണ്ട്, പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ട്.
പക്ഷേ ദൈവാനുഭവം ഇല്ലാത്ത ഒരാൾ എങ്ങനെയായിരിക്കും അത് സ്വീകരിക്കുന്നത്? അപ്പം മിക്കവാറും സഭയെക്കുറിച്ചുള്ള കുറവുകളും കുറ്റങ്ങളുമായിരിക്കും മിക്കവാറും കേൾക്കുന്നത്. ഞാനതിൻ്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണം പറയാം. 2016 ആണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ കരുണയുടെ വർഷമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായി മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്ന കരുണയുടെ വാതിൽ തുറക്കണം, മാത്രവുമല്ല ദണ്ഡവിമോചനം കൊടുക്കണം. ഞാൻ പഠിപ്പിക്കുന്നൊരു സെമിനാരിയിൽ ഞാൻ ഏതാനും പേരോട് ചോദിച്ചു, ദണ്ഡവിമോചനത്തെക്കുറിച്ച് എന്താണ് അഭിപ്രായം? അപ്പോൾ ഞാൻ ചോദിച്ചതിൽ 99% ആളുകളും വൈദികർ, പഠിപ്പിക്കുന്ന പ്രൊഫസേഴ്സ്, വൈദികരാകാൻ പോകുന്നവർ പറഞ്ഞത് വളരെ നെഗറ്റീവായിട്ടാണ്. ദണ്ഡവിമോചനം എന്ന് പറഞ്ഞത് എന്തെന്നാൽ, ഒരു കാലത്ത് സഭ വിറ്റ് കാശാക്കി സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയൊക്കെ പണിയാനായിട്ട് ഉപയോഗിച്ച ഒരു തന്ത്രമായിരുന്നു എന്നുള്ളത്. സഭയിൽ മോശപ്പെട്ട കാര്യങ്ങൾ നടന്നില്ല എന്നല്ല പറയുന്നത്. പക്ഷേ ഈ ദണ്ഡവിമോചനത്തിന് അതിൻ്റേതായ അർത്ഥമുണ്ട് എന്നും അതിൻ്റേതായ മാനമുണ്ട് എന്നും എന്താ പറയാൻ നമുക്ക് പറ്റാതെ പോകുന്നത്? അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ആദ്യമായ ഒരു ദൈവാനുഭവം ഈശോയെ നമ്മൾ കണ്ടുമുട്ടിയെങ്കിലേ നമ്മളുടെ ദൈവശാസ്ത്രപരമായ പഠനവും താത്വികമായ പഠനത്തിനുമൊക്കെ ആ അർത്ഥത്തിൽ നന്മയുണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ മിക്കവാറും അവസാനം ഒന്നുമില്ലാത്ത വിധത്തിലുള്ള ഒന്നായി അത് അവസാനിക്കാനും സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഈശോയെ അനുഭവിച്ച ഒരാൾക്ക് ഒരുപാട് വളർത്തിയെടുക്കാനും ഒരുപാട് പുണ്യാത്മാക്കളെക്കുറിച്ച് വായിക്കാനും അങ്ങനെ ഒരു വിശുദ്ധനാകണമെന്നുള്ള അധികമായൊരാഗ്രഹം ഉള്ളിൽ കൊണ്ടു നടക്കാനും അതിനുവേണ്ടി ശ്രമിക്കാനും ഒക്കെ തീർച്ചയായും എല്ലാ സെമിനാരികളിലും അതിനുള്ള വഴികളുണ്ട് എന്നുള്ള ബോധ്യമാണ് എനിക്കുള്ളത്. അച്ഛൻ പറഞ്ഞതിനെ ചുരുക്കി പറഞ്ഞാൽ, ഒരുപക്ഷെ വ്യക്തിപരമായ ഒരു ദൈവസ്നേഹ അനുഭവം അല്ലെങ്കിൽ യേശുവിനെ കണ്ടുമുട്ടിയ ഒരു അനുഭവം ഉള്ള ഒരാളിലാണ് കൂടുതൽ ഫോർമേഷൻ ഇഫക്റ്റീവ് ആവുക. അല്ലെങ്കിൽ നമ്മൾ ബാക്കിയെല്ലാം പടുത്തുയർത്തപ്പെടേണ്ടത് ഈ അടിസ്ഥാനപരമായ ഈ ദൈവാനുഭവത്തിലാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു സഭ ഇന്ന് അത് ഉറക്കെ പറയുന്നൊരു കാലഘട്ടമാണ്. പണ്ടൊക്കെ ഈ പേഴ്സണൽ എൻകൗണ്ടർ വിത്ത് ജീസസ്, വ്യക്തിപരമായ യേശുവിനെ കണ്ടുമുട്ടൽ എന്ന് പറയുന്നത് ചുരുക്കം ചില വിഭാഗക്കാരുടെ മാത്രം വാക്കുകളായിരുന്നെങ്കിൽ, കഴിഞ്ഞ 3 മാർപ്പാപ്പമാരും ഈ വാക്കുകൾ വളരെ കൂടുതൽ ഉപയോഗിക്കുന്നത് അച്ഛൻ്റെ വാക്കുകളെ ഒരിക്കൽ കൂടി ശരിവയ്ക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് എല്ലാവരെയും അത്തരമൊരു വ്യക്തിപരമായി യേശുവിനെ കണ്ടുമുട്ടുന്നൊരു അനുഭവത്തിലേക്ക് നയിക്കാൻ സഭയ്ക്ക് സാധിക്കട്ടെ. സഭയുടെ ഉത്തരവാദികളെന്ന നിലയിൽ വൈദികർക്കും ഞങ്ങളെപ്പോലുള്ള അൽമായരായിട്ടുള്ള ആളുകൾക്കൊക്കെ സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അത്തരം കൂടുതൽ കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നതിന് വേണ്ടി വീണ്ടും അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. അച്ഛൻ്റെ ഈ വിലയേറിയ സമയത്തിനും ഈ എപ്പിസോഡിൽ അച്ഛൻ പങ്കുവച്ച ഏറെ പ്രചോദനാത്മകമായ ഈ നല്ല ബോധ്യങ്ങൾക്കും നന്ദി. സ്വയം എരിയുന്ന മെഴുകുതിരിയായി ലോകമെങ്ങും സുവിശേഷ ദീപമാകുവാൻ നമുക്ക് യാത്രയാകാം. നന്മയെ പ്രഘോഷിക്കുന്ന സ്വർഗീയ സ്വരമാണ് സുവിശേഷം. ഇതിൻ്റെ ധീരരായ സാക്ഷികളാകുക. ജീവിതങ്ങൾ വഴി സുവിശേഷം പ്രഘോഷിക്കാം. ആദ്യം സുവിശേഷം ജീവിക്കാം. ഈ ജീവിതം പ്രഘോഷണമായി സ്വർഗം ക്രമീകരിക്കും. ലോകമെങ്ങും ദൈവരാജ്യവേലകളാൽ നിറയട്ടെ. സ്വർഗം പുത്തൻ കൃപകളാൽ നമ്മെ നിറയ്ക്കട്ടെ. ഒരുങ്ങാം പുതുയുഗ പ്രവാചകരാകാൻ. ശിമയോനും യാക്കോബും യോഹന്നാനും വലകഴുകും വലക്കാരും വഞ്ചിക്കാരും. ശിമയോനും യാക്കോബും യോഹന്നാനും വലകഴുകും വലക്കാരും വഞ്ചിക്കാരും. ഒരു നിമിഷം കേൾക്കാമോ നിങ്ങൾക്കായി നൽകാം ഞാൻ ഇന്നൊരു സന്ദേശം. നിങ്ങളെ സാക്ഷാൽ മുക്കുവരാക്കാൻ ഉതകും സുവിശേഷം. നിങ്ങളെ സാക്ഷാൽ മുക്കുവരാക്കാൻ ഉതകും സുവിശേഷം. ആഴക്കടലിൽ പോകുവിൻ, ആഴത്തിൽ വലയെറിയുവിൻ. ആഴക്കടലിൽ പോകുവിൻ, ആഴത്തിൽ വലയെറിയുവിൻ.